കന്തൂറിട്ട് കഴിഞ്ഞാൽ പോലീസ് പിടിക്കും, അല്ലെങ്കിൽ പോലീസ് പിടിക്കും, അങ്ങനെ മനസ്സിലാക്കിയവരും അങ്ങനെ പറയുന്നവരുണ്ട്. അത് ചിലപ്പം അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കാത്തതുകൊണ്ടോ പറഞ്ഞതായിരിക്കും. കന്തൂറിട്ടോണ്ടോ നിങ്ങൾ ജീൻസ് ഇട്ടോണ്ടോ ടീഷർട്ട് ഇട്ടോണ്ടോ ഒന്നും ഇവിടെ ആരും പിടിക്കാനും വരില്ല, ചോദിക്കാനും വരില്ല. ഓരോ ഓഫീസുകളിലും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ചെല്ലുമ്പോൾ ചില വസ്ത്രധാരണ, നമ്മൾ ഷെയ്ഖ് സായദിൽ കയറുമ്പോൾ അവർ പറയും കൈ മറക്കണം, തല മറക്കണം. അതുപോലെ ഗവൺമെന്റ് ചില ഓഫീസുകളിൽ പോകുമ്പോൾ സ്ത്രീകളോടും പറയാറുണ്ട്, പുരുഷന്മാരോടും പറയാറുണ്ട് ട്രൗസറോ ടീഷർട്ട് പോലുള്ള ശരീരഭാഗങ്ങൾ കാണുന്ന ഡ്രസ്സ് ഇടരുത് എന്നുള്ളത്. പക്ഷെ കന്തൂറിന്റെ കേസിൽ ഇതൊന്നുമല്ല. നാഷണൽ മീഡിയ കൗൺസിൽ അവർക്ക് കിട്ടിയിട്ടുള്ള നിലവിലുള്ള കംപ്ലൈൻസുകളും ഇതെല്ലാം വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നു. അതായത് അറബികളെ പോലെ വേഷം ധരിച്ച് ആളുകൾ അറബിയിൽ സംസാരിച്ചിട്ട് ആൾക്കാരെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്തിട്ട് അതിലൂടെ പൈസ ഒക്കെ തട്ടിയെടുക്കുന്നുണ്ട് എന്നുള്ളൊരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അഡ്വർടൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഈ ഡ്രസ്സ് അല്ലെങ്കിൽ ഇവരുടെ ഈ ഭാഷ ദുരുപയോഗം ചെയ്താൽ മാത്രമേ നിങ്ങൾക്കെതിരെ കേസ് വരുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കുക. അല്ലാണ്ട് നിങ്ങൾ ചിലപ്പോൾ ഞാനിട്ട ഫോട്ടോക്ക് വരെ തമാശക്കും കാര്യമായിട്ടും ആൾക്കാരിനോട് ചോദിക്കുന്നുണ്ട് എന്താ സംഭവം, എങ്ങനെയാണ്, ഇങ്ങനെ ഉണ്ടോ എന്നുള്ളതൊക്കെ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. ശ്രദ്ധിക്കുക, അത്ര തന്നെ ഉള്ളൂ. അപ്പം ദുരുപയോഗം ചെയ്യുന്ന എന്ത് കാര്യമായാലും അത് ഏതെങ്കിലും രീതിയിൽ കണ്ടെത്തപ്പെടും, അത് ശിക്ഷിക്കപ്പെടും. അതിൽ യാതൊരു നിയമം എന്താ പറയാ ഒരു ഇത് ഉണ്ടാവില്ല. നമുക്കൊരു ഒരു ഒരു തരത്തിലും നമ്മൾ അവർ ഫ്രീ ആക്കൂല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പിടിക്കപ്പെടുക ചെയ്യും. അപ്പൊ അത് ശ്രദ്ധിക്കുക.